നമസ്കാരം. അസ്സലാമു അലൈക്കും. ഞാൻ ഞാൻ കരൾ രോഗ വിദഗ്ധൻ പച്ചില മരുന്ന് മുഹമ്മദ് പതീലി, പട്ടാമ്പി, കൊടുങ്ങല്ലൂർ, ആലഞ്ചോട്. അപ്പോൾ ഇന്ന് 5 ജൂലൈ 2025. അപ്പോൾ നമ്മുടെ ജപ്പാനിലൊരു വനിത അന്ത്യശ്വാസം നൽകിയിട്ടുള്ള അവസാന ദിവസമാണെന്ന്. അപ്പോൾ ആ ദിവസത്തിൽ എല്ലാവരും മരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കട്ടെ. കാരണം അവർ പറയുന്നത് വിജയിക്കണമല്ലോ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. എൻ്റെ 10 ദിവസത്തെ മരുന്ന് കൃത്യമായിട്ട് ആ 10 രീതിയും ക്ലിയറായി ഉപയോഗിച്ച ആളുകൾ, രക്ഷപ്പെട്ടവരൊക്കെ ഒരുപാട് ആളുകളുണ്ട്. 100% വിജയിച്ചൊരു സാധനമാണ്. അപ്പോൾ അവർക്ക് ഇനി ഇന്നൊരു കംപ്ലൈൻറ്റ് വരണമെങ്കിൽ 70 കൊല്ലം ഞാൻ കാത്തിരിക്കണം. അവരെ കാത്തിരിക്കണമെന്നില്ല, ഞാൻ എൻ്റെ ജോലിയിൽ ഇങ്ങനെ പോയാൽ മതി. അങ്ങനെ വന്നിട്ട് അവസരമാണാവശ്യത്തിൻ്റെ മാതാവ്, കേട്ടില്ലേ? അതായത് നിങ്ങൾക്ക് ഒരു അപകടം പറ്റാതിരിക്കട്ടെ, വാഹനാപകടം, അല്ലെങ്കിൽ പാമ്പ് കടിക്കുക, അല്ലെങ്കിൽ പേപ്പട്ടി കടിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും തല്ലുകൊള്ളുക, ഇതൊക്കെ പിന്നെ ഞാൻ ഈ പറഞ്ഞതിന് കാരണവും. അപ്പോൾ ക്യാൻസർ ഐറ്റത്തിൽ പെടുന്ന ഏത് സൂക്കടും നിങ്ങൾ ഉണ്ടാക്കിയതിന് എൻ്റെ 10 ദിവസം മരുന്ന് ഉപയോഗിച്ച് അത് ക്ലിയറായി പോയ ഒരാൾക്കും, ഏത് DGP ആണെങ്കിലും ശരി, ഇനി അവർക്ക് രണ്ടാമതൊരു പരാതി വരണമെങ്കിൽ 70 കൊല്ലം കഴിയണം. പിന്നെ ചില പെണ്ണുങ്ങളുടെ പ്രസവം കഴിഞ്ഞിട്ടുള്ള വയറ് തൂങ്ങാൻ കാരണം ആശുപത്രിക്കാരെ അനാസ്ഥയാണ്. ആ കുട്ടികൾ പിന്നെ വൈകല്യം വന്നിട്ട് അംഗവൈകല്യമുള്ള കുട്ടികളാവുന്നുണ്ടല്ലോ. പിന്നെ മന്ദബുദ്ധി, അതല്ലെങ്കിൽ ഓട്ടിസം എന്നൊക്കെ അവർ പറയുന്ന അവരുടെ പേര് ഓട്ടിസമാണ്. ഓട്ടിസം എന്ന് പറഞ്ഞാൽ നടു തളർന്നവനൊക്കെ അവിടെ കിട്ടും. പക്ഷേ ഇവരൊക്കെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു 10 ദിവസം മരുന്ന് നിങ്ങൾ കണക്കായിക്കോ, ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് രക്ഷപ്പെട്ടേക്കാം. അതേമാതിരി ഒരിക്കലുണ്ടായ തണ്ടലം മുറിഞ്ഞ മുറിവ് പിന്നെ ഒറ്റ ദിവസം കൊണ്ട് ശരിയാവാം. പക്ഷേ ഈ മുറിയുടെ പാട് ചില ആളുകളുടെ ഒരു കൊല്ലമൊക്കെ പിടിക്കും വരാൻ. പഴയ കളറിലേക്ക് വരാനൊരു കൊല്ലമൊക്കെ പിടിക്കും. ചില ആൾക്കാരെ 7 കൊല്ലമൊക്കെ പിടിക്കും. അതിന് വേറെ മരുന്നൊന്നും വേണ്ട, ഇത് മതി. നിങ്ങൾ തണ്ടലം മുറിഞ്ഞവന് രക്ഷപ്പെട്ടവൻ 5-ാമത്തെ ദിവസം ജോലി ചെയ്ത് തുടങ്ങിയാൽ പിന്നെന്ത് കളറാണ് അവിടെ ബാക്കിയുള്ളത്? നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യണം. അതേമാതിരി എയ്ഡ്സിന് ലോകരാജ്യത്ത് എവിടെയും മരുന്നില്ല. ഞാനത് 2 മണിക്കൂർ മരുന്ന് വെച്ചിട്ടാണ് വിടുന്നത്. അത് സേഫ്റ്റിയാണ്. അകത്തേക്കുള്ള മരുന്ന് ചെന്ന് പുറത്ത് സാധനം പുരട്ടി അത് കംപ്ലീറ്റ് ക്ലീനായി. നിങ്ങളത് മനസ്സിലാക്കണം. അകത്തേക്ക് ചില ആൾക്കാർക്ക് മരുന്ന് വെക്കണമെങ്കിൽ അതിന് 4 സിസ്റ്റം വേണം, ചിലവർക്ക് 1 മതി. ഇത് ഞാനുണ്ടാക്കിയൊന്നും അല്ല, മനസ്സിലായില്ലേ? ഞാൻ പട്ടാമ്പി, ആലഞ്ചോട്, കൊടുങ്ങല്ലൂർ. നല്ല ചിന്തിക്കണം. 10 ദിവസം മരുന്ന് ക്ലിയറായിട്ട് ഉപയോഗിച്ച്, ക്ലിയറായിട്ട് എൻ്റെ പരിസരത്ത് എൻ്റെ കണ്ണു മുന്നിലിരുന്ന് ഞാൻ കാണിച്ചാൽ ഉപയോഗിച്ച് നിങ്ങൾ ഇവിടുന്ന് പോയി. പിന്നെ നിങ്ങൾ ആ രോഗം മാറി 4 മാസം വെറുതെ ഇരിക്കണം. റെസ്റ്റ് എന്ന് അതിന് പറയണം. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ എണ്ണ പലഹാരങ്ങൾ, പാലുള്ള ചായ, ബിരിയാണി, നെയ്ച്ചോറ്, പുളിയുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ മീൻകറി, അതിനൊക്കെയാണ് നമ്മൾ ഈ റെസ്റ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന സാധനം. അതേമാതിരി മോര്. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഒട്ടനവധി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന സാധനമുണ്ട്. നിങ്ങളുടെ പിന്നെ നല്ല മട്ടരിയുടെ ചോറ്, കഞ്ഞി നിങ്ങൾക്ക് ഉപയോഗിക്കാം. പൊടിയരിയുടെ കഞ്ഞി നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ ചമ്മന്തി, ചീനമുളകിൻ്റെ ചമ്മന്തി ഉപയോഗിക്കാം. ചിക്കൻ, അല്ലെങ്കിൽ നല്ല എരുമയുടെ ഇറച്ചി, പോത്തിൻ്റെ ഇറച്ചി, ഈ 3 നിങ്ങൾക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, വേപ്പിൻ്റെ ഇലയും മാത്രം ഇട്ട് ഉപയോഗിക്കാം. മനസ്സിലായില്ലേ? വേറെ അതിൽ നെയ്യൊക്കെ എടുത്ത് കളയണം. ഇത്രയും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ 2-3 ഡിമാൻഡ് മാത്രമേ എനിക്കുള്ളൂ. ഈ സാധനം നിങ്ങൾ മറ്റുള്ളതൊക്കെ മാറ്റി വെച്ച് ഈ സാധനം നിങ്ങൾക്ക് കഴിക്കാൻ കിട്ടിയാൽ നിങ്ങൾ കപ്പാസിറ്റി നോക്കണം. നിങ്ങളിതിങ്ങനെ ഉപയോഗിച്ച ഒരാൾക്ക് 25 ആളുടെ ഒളോസ് പവറാണ്. എന്താണ് ആ സാധനം പറഞ്ഞതെന്ന് മനസ്സിലായെങ്കിൽ? ഒളോസ് പവറിനെ കുറിച്ചിട്ട് പറയണമെങ്കിൽ കമ്പി ഇരിക്കുന്ന കമ്പനിയിൽ പോയിട്ട് അവരോട് ചോദിക്കണം ഒളോസ് പവർ എന്താ. അപ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അതായത് മനുഷ്യൻ്റെ ഊർജ്ജം നന്നാക്കുന്ന ഇത്രയും വലിയ സംവിധാനം ഇല്ല. കറണ്ടിൽ അത് വളരെ കണ്ടുപിടുത്തക്കാരും ചെയ്തിട്ടുണ്ട്. മനുഷ്യരിൽ അത് കണ്ടുപിടിക്കണം ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ എൻ്റെ ഞാൻ ചെയ്യുന്ന ഈ സാധനം ലോകരാജ്യത്ത് ഇന്ന് വരെ ഒരു ജപ്പാൻകാർക്കും കഴിവില്ലാത്തതായിരുന്നു. പണ്ട് ഞാൻ ജപ്പാൻകാർക്ക് നേരെ ഒരു പ്രവചനം വിട്ടിരുന്നു. അത് വിജയിക്കേണ്ട പോയതാണ്. കാരണം അവർക്ക് ജപ്പാൻ എന്ന നാടിൻ്റെ വലിയ ബുദ്ധിയുള്ളവരുടെ നാട് എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. ഞാൻ കേൾക്കുന്നത് അങ്ങനെ. പക്ഷേ എൻ്റെ അനുഭവം തിരിച്ചാ, ബുദ്ധിയില്ലാത്തവരുടെ നാട്. അതിന് കാരണമുണ്ട്. അതിന് ഒരു വ്യക്തമായ കാരണം എന്ന് വെച്ചാൽ
പിന്നെ അമേരിക്ക നാറ്റോ ബോംബ് വർഷിച്ചു. അങ്ങനെ നാട്ടിലെ മലിനജലം ഫുള്ളായിട്ട് നാട് മൊത്തം അവരെ മലകളും കുന്നുകളും ഒക്കെ നാശമായി എന്നാണ്. അപ്പം അത് കൃത്യമായിട്ട് എവിടെയെന്ന് കണ്ടെത്തണം. എവിടെയെന്ന് അത് കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് എത്ര സ്ഥലത്തിട്ടുണ്ട് അതൊക്കെ കൃത്യമായിട്ടും ആദ്യം മാർക്ക് ചെയ്യണം. എന്നിട്ട് അവിടെയുള്ള ആളുകളെ കംപ്ലീറ്റ് ഒഴിപ്പിക്കണം. ഞാനും എൻ്റെ ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് സംവിധാനങ്ങൾ നമ്മൾ കയ്യിൽ കൊണ്ടുപോകണം. ആ സംവിധാനം വെച്ച് തന്നെ സാധിക്കും. എന്നാൽ ഈ സാധനങ്ങൾ കുഴിച്ച് എടുത്തതിന് ശേഷം അത് നശിപ്പിക്കാനുള്ള സംവിധാനം കൂടി നമ്മൾ കരുതണം. കുഴിച്ചെടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ നശിപ്പിക്കണമെന്ന് മുഴുവൻ നമുക്ക് പ്രാക്ടിക്കലല്ല, എന്നാലും കുറച്ച് നമ്മൾ കരുതിയിട്ട് വേണം പോകാൻ. ആ കരുതിയത് വെച്ചിട്ട് പോരാത്തതും കൂടി അവിടുന്ന് പരിഗണിച്ചിട്ട് അതെടുത്ത് നശിപ്പിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. ഒരു നാട്ടിൽ ഞാൻ അമേരിക്കയോട് ഒരു കാര്യം പറയാം. അമേരിക്കയുടെ ഒരു കാര്യം എന്ന് പറയാം, നിങ്ങളുടെ എതിരിൽ നിൽക്കുന്നവരൊക്കെ നിങ്ങളെ കംപ്ലീറ്റ് എതിർക്കുന്നവർ തന്നെ, സംശയമൊന്നുമില്ല കാര്യത്തിന് കേട്ടോ. പക്ഷേ ഇവരെ ഫുള്ളായിട്ട് നശിപ്പിക്കരുത്. ഫുള്ളായിട്ട് നശിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞേക്കാം. പക്ഷേ അതല്ല അതിന് കാര്യം. പിന്നെ ഈ മനുഷ്യക്കുരുതിയുള്ള പിഞ്ചു കുട്ടികളെ അതിൽ നിന്ന് നിങ്ങൾ പിന്നാക്കം മാറണം. അത് മാത്രമല്ല, ഈ ആശുപത്രി തട്ടിപ്പുകളുണ്ടല്ലോ, അതിന് പിന്നാക്കം മാറണം. കാരണം അതിന് ഇടം വെച്ച് കൊടുക്കരുത്. കാരണം നിങ്ങളെ ഒരിക്കൽ ചോദ്യം ചെയ്തേക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പാകില്ലാണ്ട് വരും. അതിൽ ഏറ്റവും വലിയ കഴിവാണ് ഇസ്ലാം. യഥാർത്ഥ ഇസ്ലാം സൗദി അറേബ്യയിലല്ല. യഥാർത്ഥ ഇസ്ലാം ഉള്ളത് യമനികളുടെ അടുത്തും പിന്നെ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുള്ളത് ഇറാനികളുടെ അടുത്താണ്. മനസ്സിലായില്ലേ? അതിനെ മറികടക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞേക്കില്ല. അത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അവരെ മറികടക്കുക പറഞ്ഞാൽ അസാധ്യമാണ്. ഒന്നും അവരുടെ സ്നേഹത്തിൻ്റെ മുന്നിൽ നിങ്ങൾ വെറും സീറോ ബാലൻസാണ്, വട്ടപൂജ്യമാണ്. അതിൽ നിങ്ങൾ വെല്ലുവിളിക്കേണ്ട. ഈ നാട്ടിൽ 1-2 ആൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണുന്നില്ല. മനസ്സിലായില്ലേ? അതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. നല്ല മുസ്ലിമിനെ മറികടക്കണമെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രയാസമാണ്. ഇവിടെ മുസ്ലിങ്ങളില്ലാതെ പലരാണ് നോട്ടും കെട്ടിട്ടാൽ സ്വർഗം കെട്ടല്, 130 റുപ്യക്ക് സ്വർഗം കെട്ടല്. ഇതിലൊന്നും മനുഷ്യത്വത്തിനെ സഹായിക്കണം, മനുഷ്യരുടെ വികാര വിചാരങ്ങളെ നിങ്ങൾ അനുകൂലിക്കണം എന്ന് പറഞ്ഞ ഒരു മൊയ്ലിയേരും ലോകത്തെ എവിടെയും ഞാൻ ഇവരെ കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? ഞാനതാ പറയുന്നത്. എന്താ പറയുന്നത്? നമ്മളെ നാട്ടിൽ ഒരു റോഡ് വേണം, അതൊരു മനുഷ്യത്വക്കാരനുമാണ്. അല്ലെ ഒരു കുളം വേണം, മനുഷ്യത്വക്കാരനുമാണ്. ഒരു ദേവാലയം വേണം, അത് അമ്പലമാവട്ടെ, ക്രിസ്ത്യൻ പള്ളിയാവട്ടെ, മുസ്ലിം പള്ളിയാവട്ടെ. അതിന് നിങ്ങൾ സഹായം ചെയ്യണം. അല്ലാണ്ട് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ട് കിട്ടണ്ട. സ്വർഗം കിട്ടില്ല. സ്വർഗം കിട്ടണമെങ്കിൽ ഇവർക്ക് ഈ 250 പവൻ്റെ സ്വർണം കൊടുക്കാൻ പറ്റുന്ന കൂലിപ്പണിക്കാരനെ സാധിക്കണ്ടേ? പിന്നെ ഇവിടുന്ന് കിട്ടുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ സ്വർഗം നിങ്ങൾക്കില്ല, നരകമുള്ളത്. പക്ഷെ ആ നരകത്തിലൊരു നരകം നിങ്ങളൊന്ന് ചിലപ്പോൾ ഉപകരിച്ചെങ്കിൽ നിങ്ങൾക്കും കൂടി ഉപകരിക്കാം. എങ്ങനെ? അതിന് ഉത്തരം എൻ്റെ അടുത്തില്ല. എങ്ങനെയാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സറിഞ്ഞിട്ട് ഈ പള്ളിയിൽ ഒരിക്കൽ വന്നിട്ട് ഒന്ന് സുജൂദ് ചെയ്യുകയോ എൻ്റെ റബ്ബിന് വേണ്ടി ഞാൻ ഇവിടെ നിന്നിട്ട് ഇത്രയെങ്കിലും ചെയ്യുക എന്നുള്ളൊരു കാര്യമെങ്കിലും നടക്കുക. അത്രയേ നടക്കൂ. ചെയ്യുക, തിരിച്ച് പ്രതീക്ഷിക്കരുത്. നടക്കില്ല. നടക്കാത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഒക്കെ കൂരന്മാരാണ്. നരകമാണ് ഈ നാട്ടിൽ. ഭ്രാന്താലയമാണ് കേരളക്കാർ ഫുള്ളായിട്ട്. ഭ്രാന്തുള്ള സമസ്തക്കാരാണ് ഇവിടെ. ഭ്രാന്തുള്ള പാണക്കാട് തങ്ങന്മാരവിടെ. ഭ്രാന്തുള്ള മുസ്ലിം ലീഗരാണ് ഇവിടെ. ഭ്രാന്തുള്ള മതപണ്ഡിതന്മാരാണ് ഇവിടെ. മനസ്സിലായില്ലേ? ഭ്രാന്തില്ലാത്തവൻ ഞാൻ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞതൊന്നും ഒരു മുടിനാരിന് വിട്ടുവീഴ്ച നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങളവിടെ പോയിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? ഇത്തവരെ ഞാൻ മഴയെക്കുറിച്ച് പ്രവചിച്ചിട്ടില്ല. അതുകൊണ്ട് അതങ്ങനെ നടക്കുന്നുണ്ട്. പല ആളുകൾ എന്നോട് പലതും പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്യാം, നേരെ ഓപ്പോസിറ്റാണ് ചെയ്യുക. അതുകൊണ്ട് എന്നോടെല്ലാവരും ക്ഷമിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ഒളിച്ച് കളിക്കരുത്. ഒളിച്ച് കളിച്ചാൽ ലോകത്തിൻ്റെ മണ്ണിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ഒളിക്കേണ്ടി വരും. ഒളിച്ച് കളിച്ചാൽ ലോകത്തിൻ്റെ മണ്ണിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ഒളിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ കൂട്ടമരണം, മുകളിൽ മണ്ണ് വരും എന്നാണ് പറയുന്നത്. അവിടെ നിങ്ങൾ നസ്രാണിയാണോ മുസ്ലിമാണോ എന്നൊന്നല്ല. മുസ്ലിം ആവാൻ വേണ്ടി ശ്രമിക്കുക. എനിക്കതാ പറയണം. മുസ്ലിം ആവാൻ മറ്റവനെ കൊന്നിട്ട് നമുക്ക് മറ്റേ സയ്യിദിൻ്റെ കൂലി കിട്ടും എന്ന് നിങ്ങൾ പറയരുത്. മറ്റവൻ്റെ ഭാഗം എൻ്റെ വീടടിച്ച് പൊളിച്ചവനൊക്കെ സയ്യിദിൻ്റെ കൂലി കിട്ടുമെന്ന് പറഞ്ഞവന് അത് ശരിയാണ്. കാരണം ഇന്ത്യൻ ഭരണഘടനാ ചട്ടം അനുസരിച്ചിട്ട് ഡൽഹി ജയിലിൽ പോയിട്ട് വധശിക്ഷ കിടക്കണം. ഇനി പോലെ സ്വർഗം കിട്ടുന്ന കണക്കാക്കണം. ഒരുക്കന്മാരുടെ പൂറ കിട്ടുക, സ്വർഗമൊന്നുമല്ല കിട്ടുക. അപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കണം നരക. ഇതിനൊക്കെ നിങ്ങൾ തയ്യാറാവണം.
പിന്നെ നിങ്ങളെ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ന്യായമായ ഫയൽ പോലീസിന് കൊടുക്കുക, എന്നിട്ട് കാത്തിരിക്കുക, സമാധാനം വരട്ടെ. അതുമാത്രമല്ല, ഈ കാര്യത്തിന് തീരുമാനം എടുക്കേണ്ടത് പോലീസുകാർ ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ സീറ്റിൽ പട്ടി കയറിയിരിക്കും. പോലീസുകാരോട് ഞാൻ പറയാണ്, പോലീസുകാരെ, നിങ്ങൾ കളക്ടർമാരെ, നിങ്ങളുടെ സീറ്റിൽ നിങ്ങൾ ഇരുന്നിട്ടില്ലെങ്കിൽ ആ സീറ്റിൽ പട്ടി കയറിയിരിക്കും. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കസാലയിൽ ഒരു പട്ടി കയറിയിരിക്കുന്ന കാരണം കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഭൂമി കുലുക്കം, ഉരുൾപൊട്ടൽ, വരൾച്ച, ദുരിതാശ്വാസം, സഹായം, അങ്ങനെ പിന്നെ കൊറോണ വൈറസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മുഖ്യമന്ത്രി കസാലയിൽ ഒരു പട്ടി കയറി ഇരുന്നുള്ളൂ. ശരിക്കും അയാളൊന്ന് ഇരുന്ന് നേരം പോലെ ചെയ്താൽ ഇവിടെ അവലോകനം ഫുള്ളായിട്ട് ബാക്കിയാണ്. അപ്പോൾ അത് നിങ്ങൾ ചിന്തിക്കണം. ഇത്തരം പണികളൊക്കെ നിർത്തണം. ചെറ്റകളിരുന്നാൽ ചെറ്റത്തരമേ ചെയ്യും, മനുഷ്യത്വം ചെയ്യില്ല. മനുഷ്യത്വം എന്നത് വേറെയാണ്. മനസ്സിലായില്ലേ? ഞാൻ മുഖ്യമന്ത്രിയായി വരാണ്ട് നിങ്ങളെ ഈ കാരണങ്ങളൊന്നും പരിഹരിക്കില്ല. അപ്പോൾ പോലീസ് സ്റ്റേഷൻ ഉണ്ടാവും, പോലീസ് സ്റ്റേഷനിൽ വർക്കിംഗ് ഉണ്ടാവും. നിങ്ങളൊരു ഫോൺ ചെയ്താൽ അത് ആരാണെന്ന് അറിയും. ചിലപ്പോൾ അതിൻ്റെ പക്ഷത്ത് 4-5 പോലീസ് വണ്ടി ഒരുമിച്ച് വരും. ആ ലാസ്റ്റുള്ള വണ്ടിക്കാരൻ, മുന്നിലുള്ള വണ്ടിക്കാരൻ എന്തെങ്കിലും പറ്റിയാൽ ആ ഏറ്റവും ബാക്കിലുള്ള വണ്ടിക്കാരൻ ചില പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്യും. മനസ്സിലായില്ലേ? അത് ഞാൻ മുഖ്യമന്ത്രി ആയിരിക്കണം, അല്ലാതെ നടക്കില്ല. ഞാൻ ഒരാളുടെ ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാത്തത് കാരണം എനിക്ക് എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഒരു ദൃഷ്ടാന്തമുണ്ട്. അത് ഞാൻ മുസ്ലിമാകുക, മനുഷ്യനാവുക എന്ന്. അതുപോലെ ഒരു ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ പരാതിപ്പെട്ടാൽ ആ ഗവൺമെൻറ് സംവിധാനം കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന്. ഇപ്പോൾ മുഖ്യമന്ത്രി കസാലയിൽ നായി കയറി കുത്തിരുന്ന, ഇപ്പോൾ ആ നായി അമേരിക്കയിൽ തൂറാൻ പോയിരിക്കുക. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഒരു വാർഡിൽ 50 കോടി ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന് ഒരു MP മാർ, ഒരു OMP കളും ഇവിടെ ഒരു അനുമതി കൊടുത്തില്ല. അസ്സലാമു അലൈക്കും.